വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറികൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് പുളിയിഞ്ചിയും മാങ്ങക്കറി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുളിയിഞ്ചിയും മാങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് തൊലിയൊക്കെ ഇങ്ങനെ മാറ്റാം കേട്ടോ, ചെത്തിയെടുക്കാം. ഇനി നമുക്കിത് ഭയങ്കര ചെറിയ കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല, അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. എല്ലാ കഷ്ണങ്ങളും കൂടി നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് 2-3 മണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം, നല്ലെണ്ണ വെച്ച് കൊടുക്കുക. ഇത് കണ്ട മാറ്റി വെച്ചിട്ടുണ്ട്, അടുത്ത് വെച്ചിട്ടുണ്ട് സൈഡിലേക്ക്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അത് ഓഫാക്കുക, ഫ്ലെയിം ഓഫാക്കുക. നന്നായിട്ട് ചൂടാകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കിട്ടാൻ മതി കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 കയ്യിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉലുവ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഉലുവ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് മാങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനീഗർ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ പൊടി എടുത്തില്ലേ, സെയിം കയ്യിൽ കേട്ടോ, അതിൽ വേണ്ടി 1 കയ്യിൽ വിനീഗർ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത്രയുള്ള കേട്ടോ. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ച് പച്ചമുളകും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസസ് ഉണ്ടാവില്ലേ, അങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. കണ്ട ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും കട്ട് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അത് നമുക്കൊന്ന് സ്റ്റെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി കുറച്ച് കടുക് എടുക്കുക. പിന്നെ പുളിവെള്ളം സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ചുവന്ന മുളകും കറിവേപ്പിലയും ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പില്ലേ, നമ്മൾ ദോശയ്ക്ക് ഇടുന്നത്, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ ഉണ്ടാവും, 1 ടീസ്പൂൺ. അതിനുശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നല്ലൊരു സ്മെല്ല് കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഓണത്തിനോ വിഷുവിനോ സദ്യ ഉണ്ടാക്കുമ്പോൾ, എപ്പോഴായാലും സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ 2 കറി നമ്മൾ ഉണ്ടാക്കാതിരിക്കില്ലല്ലേ. എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സ്റ്റെയിൻ ചെയ്ത് മാറ്റി വെച്ച് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ കായം കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ.
കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ട് ഉണ്ടാവും കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ട് വരണേ, നല്ല തിക്കാവില്ലേ, അങ്ങനെ വേണം കേട്ടോ. പിന്നെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ചും മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഉപ്പൊക്കെ ചെക്ക് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ശർക്കര ഇട്ട് കൊടുക്കാം. ഓരോരുത്തർ എരിവും പുളിയും മധുരം ഒക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും മധുരം കുറവുണ്ട്, നല്ലൊരു 2 കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് പറഞ്ഞ് ഓരോരുത്തർ എരിവും മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ പുളിഞ്ചി. എത്ര പേർക്ക് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യണേ. കണ്ട കുത്തിക്ക് വരുന്നുണ്ട്. നമുക്കിതൊന്നും ഇല്ല കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. കണ്ട അങ്ങനെ നമ്മൾ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ കുറേ നാളുകൾക്ക് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഗ്ലാസിൻ്റെ ജാറ് നന്നായിട്ട് തുടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് നാളുകൾക്ക് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇത്രയല്ല. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.